താരപ്പകിട്ടിലേക്ക് സ്വാഗതം. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ സ്വയം എന്ന സിനിമയെക്കുറിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു താരപ്പകിട്ടിൽ സംവിധായകൻ ശരത്തും ലക്ഷ്മിപ്രിയയും. ശരത്തേട്ട, ലക്ഷ്മി, വെൽക്കം ടു ദ ഷോ. എങ്ങനെ പോകുന്നു സ്വയം എന്ന സിനിമയുടെ റെസ്പോൺസ്? എനിക്കറിയാമല്ലോ, ഇതിനകത്ത് സ്റ്റാറും സൂപ്പർ സ്റ്റാർസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കഥയാണ് സ്റ്റാർ. അതുകൊണ്ട് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പ്രോഗ്രസ്സിൽ പോകുന്നു. ഒരു മൗത്ത് പബ്ലിസിറ്റി വന്ന് ഇങ്ങനെ നല്ല രീതിയിൽ പിക്ക് ചെയ്ത് സ്റ്റാറും സൂപ്പർ സ്റ്റാർസും ഒന്നുമില്ലെങ്കിലും ശരത്തേട്ടൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ശരത്തേട്ടൻ്റെതായൊരു ശൈലിയുണ്ടല്ലോ. അത് അറിയാം. എങ്കിൽ കൂടി ഞാൻ ഈ സിനിമ കുറച്ചുകൂടെ ആളുകൾ കാണണം. ഒരു എന്താ പറയുന്ന ഒരു ആർട്ട് ഫിലിമോ ഓഫ് ബീറ്റോ അല്ലെങ്കിൽ ഒരു അവാർഡ് മൂവിയോ എന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ജനങ്ങൾ കണ്ടാലേ ഇതിനൊരു ഈ പ്രയോജനമുള്ളൂ. കാര്യം നല്ലൊരു സാമൂഹ്യ വിഷയമാണല്ലോ ഇന്നത്തെ ചർച്ച ചെയ്ത്. എന്താണ് ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്? എനിക്കറിയാം ഓട്ടിസം എന്ന സിനിമ, പക്ഷേ അതിൽ ഫുട്ബോൾ എന്ന ഒരു ഇവൻറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്പേസ്, നല്ല സ്പേസ് കൊടുത്തൊരു സിനിമയാണ്. അതായത് ഓട്ടിസം എന്ന് പറയുന്ന ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർക്കൊരു ട്രീറ്റ്മെൻറ്റാണ് എല്ലായിടത്തും ഇന്ന് നമ്മൾ വെച്ച് നീട്ടുന്നത്. ഓട്ടിസ്റ്റിക് ആയി കഴിഞ്ഞാൽ ഉടനെ ആയുർവേദവും അലോപ്പതിയും അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിയും ഇങ്ങനെ ഒരുപാട് മെഡിസിൻസിൻ്റെ ഒരു വേൾഡാണ്. അതേസമയം നമ്മൾ മറ്റ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടാലൻറ്റ് കണ്ടെത്തുകയും എന്താണ് അവരുടെ ടാലൻ്റ് എന്ന് കണ്ടെത്തിയിട്ട് അത് പരിപോഷിപ്പിക്കുന്നതിൽ മാതാപിതാക്കളും ടീച്ചേഴ്സും വളരെ ശ്രദ്ധരായിരിക്കും. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇന്ത്യയിലില്ല. ഇവിടെ എൻ്റെ ഈ സിനിമയിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ്: സമൂഹം ഇവരോട് കുറച്ചുകൂടി നീതി പുലർത്തുകയും താല്പര്യമെടുക്കുകയും ഇവരുടെ ടാലൻറ്റ് കണ്ടെത്തി കൂടെ നിർത്തണം. അതാണ് ആവശ്യം. ടാലൻറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞപ്പോഴാണ് സ്വയം എന്ന സിനിമയിൽ പുതിയൊരു നായികയാണ്. ഈ ടാലൻ്റ് എങ്ങനെ കണ്ടെത്തി? ലക്ഷ്മി പിന്നെ എൻ്റെ കൂടെ പർദീസ് എന്ന സിനിമയിൽ ആക്ട് ചെയ്തു. പിന്നെ ഒരുപാട് പല ഡോക്യുമെൻ്ററീസിലും ബുദ്ധനും ചാപ്പിളിനും അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ പല മൂവി ഇതിലും അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ലക്ഷ്മിക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, ആക്ടിങ്. പക്ഷേ എൻ്റെ കൂടുതലും അസിസ്റ്റ് ചെയ്തിരുന്ന ടാലൻ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിവേകക്ഷേമ ബോർഡിൻ്റെ ഒരു പത്മരാജൻ പുരസ്കാരം ഒരു ഷോർട്ട് ഫിലിമിന് കിട്ടിയത് ലക്ഷ്മിയാണ്. അപ്പോൾ അതെന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു നീളം ഇങ്ങനെ ഒരു വലിയൊരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പണ്ട് എനിക്കില്ലായിരുന്നു. അപ്പം പിന്നെ ഇതിൻ്റെ കുറച്ച് റിസർച്ചുമായിട്ടും സ്ക്രിപ്റ്റുമായിട്ടൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴെനിക്ക് തോന്നി ആ ഒരു ഷോർട്ട് ഫിലിമിൽ വളരെ നന്നായി ചെയ്തു. പക്ഷെ അങ്ങനൊരു പ്രതീക്ഷയിലാണ് ഈ വേഷം. ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ശരത്തേട്ടനെ ഏൽപ്പിച്ചപ്പോൾ പ്രത്യേകിച്ചും അസിസ്റ്റ് ചെയ്ത് നിന്നു. വേറൊരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പം എന്ത് തോന്നിയ ആദ്യം ഒരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരെ സാറ് പറഞ്ഞില്ല ഈ ഒരു ക്യാരക്ടർ ഞാനാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി കുറേ ഓഡീഷൻ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ഫൈനൽ സ്റ്റേജൊക്കെ ആയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്താൽ നന്നാവുമായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം തോന്നി. കാരണം സാറിനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ, ഇത്ര അവാർഡൊക്കെ മേടിച്ച ഡയറക്ടറുടെ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാനൊരു അവസരം കിട്ടുക, എനിക്കതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല, സന്തോഷം തോന്നി. പല കാര്യങ്ങളിലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു നിശബ്ദ വിപ്ലവം എന്ന് പറയുന്നത് കൂടുതൽ വീട്ടമ്മമാരാണ്. നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ ഫൈറ്റേഴ്സാണ് അവർ. ഒരുപാട് സ്ട്രെസ്സുണ്ട് അവർക്ക്, സ്ട്രെയിൻ ഉണ്ട് അവർക്ക്, ടെൻഷനുണ്ട് അവർക്ക്. എന്നും ത്യാഗം, അർപ്പണം, ഇങ്ങനെ കുറേ വിശേഷണങ്ങളിൽ ഒതുങ്ങുകയാണ് ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ. എസ്പെഷ്യലി അമ്മ. എങ്ങനെ ആ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു പദം ഇത്തരം ഒരു കുട്ടി എങ്ങനെ സഹിക്കുന്നു, എങ്ങനെ അത് കൊണ്ടുപോയി ചിത്രത്തിൽ? അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇപ്പം ലക്ഷ്മിയും ഏറ്റെടുത്ത ഒരു വലിയ വെല്ലുവിളി ഇതാണ്. കാര്യം മറ്റമ്മമാരെ പോലല്ല ഈ ഓട്ടിസ്റ്റിക് മദറിൻ്റെ. ആ ഓട്ടിസ്റ്റിക് ചൈൽഡിന് ഇതെൻ്റെ അമ്മയാണെന്നോ ഇതെൻ്റെ അച്ഛനാണെന്നോ ഒന്നും അറിയില്ല. ഏതമ്മയും ആഗ്രഹിക്കുന്നത് ഒരു മകനായാലും മകളായാലും അമ്മയെന്ന് വിളിക്കുന്ന ഒരു നിമിഷങ്ങളായിരിക്കില്ല. ഒരിക്കലും അമ്മയെന്ന് വിളിക്കാതെ അമ്മയായി തീരുക എന്ന് പറയുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. എല്ലാ ഇതുപോലെ ഡൗൺ സിൻഡ്രോം ആയാലും
ഓട്ടിസം ആയാലും ഇങ്ങനെ അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരുടെ അമ്മമാർ ഫേസ് ചെയ്യുന്നത്. ഒരുപാട് ക്ഷമ വേണം നമുക്ക്. പിന്നെ അറിയാമല്ലോ, ഈ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫാദർ ഒന്നുകിൽ ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ പോയാൽ വൈകിട്ട് അമ്മയ്ക്ക് എവിടെയും പോകാൻ പറ്റില്ല, അമ്മ എന്നും കുഞ്ഞുങ്ങളുടെ എല്ലാ ബേർഡനും അമ്മയില്ല. ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുന്നൊരു നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. മറ്റ് കൺട്രീസിലുള്ള ഗുണം ഈ അമ്മമാർ കുറച്ചൊരു ബോൾഡാവും. കാര്യം സമൂഹത്തിൻ്റെ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ, ഒരു സപ്പോർട്ട് അവർക്കുണ്ടാവും വെളിയിൽ. ശരത്തേട്ടൻ ഇത്തരം ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇതാ ഈ ഒരു വിഷയം അറിയാതെ പോകരുത് എന്ന് തോന്നിയ ഒരു നിമിഷം ഏതാണ്? എപ്പോഴാണ് ഇങ്ങനെ ഒരു കഥയെക്കുറിച്ച് ചിന്തിച്ചത്? അതെ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കുമ്പം ഒരു 10 വയസ്സായ ഒരു കുട്ടിയും അമ്മയും പെട്ടെന്ന് ഈ എല്ലാ ബോഡി ചെയ്യുക എല്ലാവരും. ഇപ്പോൾ ബോർഡിങ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, പക്ഷേ ഈ കുട്ടി ബോഡി ചെയ്യുന്നില്ല. മാത്രമല്ല അമ്മയുടെ ബാഗും ഒക്കെ വലിച്ചെറിഞ്ഞ് ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവായി മാറുക. ആർക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സെക്യൂരിറ്റിയും എയർപോർട്ടിലെ ജീവനക്കാരും ഒക്കെ വന്ന് വളരെ സ്റ്റണ്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മളെല്ലാവരും അങ്ങ് വല്ലാതായിപ്പോയി. കാര്യം ബോഡി ചെയ്യുന്നില്ല, ഈ കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 10 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുക. ഈ ഒരു രംഗം ഭയങ്കര ഒരു സത്യം ആണ്. ഞാൻ എല്ലാവരും അപ്പോൾ അങ്ങനെ അവസാനം ഈ കുറേ ഒരു 5 മിനിറ്റോളം അമ്മ അങ്ങ് പൊട്ടിക്കരയുക. ആ സമയത്ത് അവസാനം ഈ പയ്യൻ വന്ന്, ഈ കുട്ടി വന്ന് അമ്മയുടെ ചുരിദാറിൻ്റെ ഷാളൊക്കെ എടുത്ത് കണ്ണീരൊക്കെ ഒട്ടി, എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് തോളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ വനിനയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. ബോർഡിങ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പിന്നെ ട്രിവാൻഡ്രത്ത് എത്തുന്നത് വരെ ഫ്ലൈറ്റിൽ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. സാധാരണ ഒരു കുട്ടിയെപ്പോലെ പെരുമാറി ഇങ്ങ് വരികയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു എന്താ ഈ കുട്ടിയെന്ന്. അപ്പോൾ എനിക്കന്ന് ഓട്ടിസം അറിയാമെന്നല്ലാതെ ഇങ്ങനെ അതിൻ്റെ ഒരു അപ്പോൾ അമ്മ പറഞ്ഞു അവരുടെ ഫാദർ മരിച്ചു, അതുകൊണ്ട് UK നിന്ന് വരികയാണ്. അപ്പോൾ ഈ കുട്ടിയെ വീട്ടിലിട്ട് കൊണ്ടുപോകാനും വയ്യ. കാര്യം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മകനുണ്ടെന്നറിയാം, ഓട്ടിസ്റ്റിക് ആണെന്ന് അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവൻ അവിടെ ചെന്നാൽ ഒരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവർ വളരെ കൺസേൺഡാണ്. ഫാദർ ഡിവോഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. ഇവിടെ എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ടോ എന്ന് വരെ എന്നോട് അന്വേഷിച്ചു. അപ്പോൾ ഇതൊരു ഒരു 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 സിറ്റുവേഷനാണ് പലപ്പോഴും കാണുന്നത് സമൂഹത്തിൽ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ ചിന്തകളും ഈ കഥ ഉടലെടുത്തത്. ഇത്തരം ക്യാരക്ടർ ചെയ്യുമ്പോൾ സാധാരണ ഒരു നായികയ്ക്കപ്പുറം നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്യണം, കുറച്ചത് പഠിക്കണം. കാര്യം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ റിഫ്ലക്ഷൻസ് എന്ന് എത്രത്തോളം അങ്ങനെ വർക്ക് ചെയ്തു? ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് മുതൽ ഞാൻ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അന്ന് അറിയില്ലല്ലേ ഞാനാണ് ഈ ആഗ്നസ് എന്ന്? ഇല്ലില്ല, അറിയില്ലായിരുന്നു. പിന്നെ അപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും പല സീക്വൻസും എനിക്ക് തന്നെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പം എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നാണ് ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു, പക്ഷേ പറയാനും പറ്റില്ല, ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. പിന്നെ റിസർച്ച് ആവശ്യമായതായിരുന്നു. അപ്പോൾ ഈ ഓട്ടിസം അങ്ങനെയുള്ള സെൻറ്റേഴ്സൊക്കെ വിസിറ്റ് ചെയ്തു, അതുപോലെ അമ്മമാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, അത് കുട്ടികളെ കണ്ടു, അവരെങ്ങനെയാണ് ഇവർ ടീച്ച് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു. പിന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റും ഒക്കെ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സംവിധായകരും വളരെ അലേർട്ടായിരിക്കും, വിജിലൻ്റ് ആയിരിക്കും, കുറച്ച് എന്താ പറയണ്ടേ, ക്ഷമയൊന്നും ഉണ്ടാവില്ല. എത്രത്തോളം ദേഷ്യം വന്നു ശരത്തേട്ടന്? അതോ വളരെ നന്നായിട്ട് മാനേജ്? ശരത്തേട്ടന് വലിയ ദേഷ്യമില്ലെന്ന് എനിക്കറിയാം. ഇല്ല, സാറ് ഭയങ്കര കൂളായിരുന്നു. ഒരിക്കലും ആർട്ടിസ്റ്റിന് അത് അടുത്തിരുന്നത് പേടിച്ച് പറയാത്താണ്. കിട്ടിയിട്ടുണ്ടല്ലേ? ചീത്തയുണ്ട്, എന്നാലും അത് ഒരിക്കലും ഒരു ടെൻഷൻ തന്നിട്ടില്ല. എനിക്ക് മാത്രമല്ല, എല്ലാ ആർട്ടിസ്റ്റിനും. ഇപ്പം നിമയാണെങ്കിലും തുടക്കത്തിൽ കുറച്ച് ഒന്നാമത് വേറൊരു രാജ്യം, അവരുടെ ഒരു ടൈം ഡിഫറൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം തുടക്കത്തിൽ എല്ലാവരെയും സാർ പക്ഷേ കംഫർട്ടായിട്ട് ഒരു ആ ലെവലിൽ തന്നെ ഗുഡ് കോർഡിനേറ്റർ, എന്നാലും എപ്പോഴും പ്ലസൻ്റ് ആണ് ശരത്തേട്ടൻ. സാറിന് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ തരില്ല. ശരത്തേട്ടൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് വിശ്വവിഖ്യാതനായ ഒരു സംവിധായകൻ ഷാജി സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഷാജി സാറിൽ നിന്നാണ് പലതും ഇതൊക്കെ പഠിച്ചത്. സാർ എന്ത് ടെൻഷൻ വന്നാലും ഭയങ്കര കൂളാണ്. സത്യം, ആകാശം വീഴുമ്പോഴും സാർ പറയും സ്റ്റേ കൊടുക്കാം. അതായത് ഇത്രയും പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടാണ്. സത്യം വളരെ പ്ലസന്റ് ആയിട്ട് സാറിന് സാർ ഒന്നിനെ കുറിച്ച് അങ്ങനെ ഒരു ബോധയുടെയല്ല, അനുകരിക്കാവുന്ന ഒരു ഗുരുവാണ് പുള്ളി. കാര്യം പലപ്പോഴും നമ്മൾ പലതും പഠിച്ചാലേ
പഠിക്കാനേ പറ്റുള്ളൂ. ആ വ്യക്തിയെയും കൂടെ അനുകരിക്കാനോ അയാളുടെ ക്വാളിറ്റീസിനെയും കൂടെ നമ്മൾ നമ്മൾ സ്വീകരിക്കാറില്ല. ഷായ് സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്കും അതിനുള്ളൊരു അവസരം കിട്ടി. സാറിൻ്റെ കൂടെ ഒരു ഫെസ്റ്റിവൽ നടത്തി. ഞാനും പലപ്പോഴും സെറ്റിൽ സാറിൻ്റെ അതേ മാർഗം തന്നെയാണ് അവലംബിക്കാറ്. വളരെ ആരോടും ഒന്നും പറയാതെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ടെൻഷൻ നമ്മൾ ഉള്ളിൽ ഒതുക്കി മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കാതെ എല്ലാവരും നമുക്ക് ടെൻഷൻ തരണമെന്ന് ആഗ്രഹിക്കുക, നമ്മൾ ആർക്കും ടെൻഷൻ കൊടുക്കരുതെന്ന ഒരു ഇൻറ്റൻഷൻ എപ്പോഴും ഒരു ആഗ്രഹവും അത് പാലിക്കാറുമുണ്ട് ഞാൻ എപ്പോഴും സെറ്റിൽ. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ എന്ന് ഒരു കൊമേഴ്സ്യൽ കല തന്നെയാണ്. കാര്യം സിനിമയുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. പക്ഷേ ഇത്തരം നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, നല്ല സിനിമകൾ എടുക്കണമെന്നുള്ള തോട്ട്, അതിനൊരു പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെ കൺവിൻസ് ചെയ്യും? എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ്? വലിയ പ്രയാസമാണ്. കാര്യം നമ്മളൊരു പ്രത്യേകിച്ച് ഇങ്ങനെ ഓട്ടിസം, ഈ ഒരു സിനിമയ്ക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഓട്ടിസം മാത്രമല്ലല്ലോ, ഇതിലൊരു ഓട്ടിസം ഉള്ള ഒരു കുട്ടിയുടെ ടാലൻറ്റ് വലിയ ചലഞ്ചിങ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് പറയും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സബ്ജക്റ്റ് പറയുമ്പോഴേ മിക്കവാറും ആൾക്കാരും പറയും ഇതൊരു ഡോക്യു ഫിക്ഷൻ ആവും, ഡോക്യുമെൻ്ററി ആവും, ഒരു ആക്ടിവിസ്റ്റ് സിനിമയാണ്, ഇങ്ങനൊരു മെസ്സേജിന് വേണ്ടി എന്തിനാണ് ഒരു സിനിമ. അതൊക്കെ ശരിയാണ്. പക്ഷേ അത് സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഈ സിനിമയിൽ ഒരുപാട് പാടുപെട്ടു. കാരണം ഇങ്ങനൊരു സബ്ജക്റ്റ് സിനിമാറ്റിക് ആക്കാനും കലാപരമായ ഒരു സിനിമയാക്കാനും ഒരു കുടുംബചിത്രമാക്കാൻ വേണ്ടി. അപ്പം ഇത് പലപ്പോഴും നമുക്ക് ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പലർക്കും ഇതൊന്നും ആവശ്യമില്ല. ഒരു പ്രൊഡ്യൂസറും എന്താ അതിൻ്റെ ഒരു സബ്ജക്റ്റ് അതിൻ്റെ ഡെപ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല കേൾക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യല്ല. അവർക്ക് എപ്പോഴും ഒരു ഫിലിം എന്ന് പറയുന്ന നിലയിലാണ് കാണുന്നത്. ആശയം ഒരു ഫിലിം ഉണ്ടാവണമെന്നല്ലാതെ അതിനകത്തെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല എത്ര പ്രൊഡ്യൂസേഴ്സ് കൺസേൺഡ് ആണ്. പിന്നെ നമ്മളെപ്പോലെ സിനിമ എടുക്കുന്നവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാറില്ല. പിന്നെ വളരെ വല്ലപ്പോഴും 1-2 വർഷം കൂടുമ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള സിനിമകൾ എടുക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഇതെങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടും വെളിയിലെല്ലാം പല ഫെസ്റ്റിവലിന് പോവുകയും പലപ്പോഴും എങ്ങനെയെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും എത്താറുള്ളതും നിലനിൽക്കുന്നതും. ഈ കുഞ്ഞിനെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? അതാണ് ഞാൻ ഈ സിനിമയിലൊരു ഫുട്ബോൾ ഒരു വലിയ വിഷയമായതുകൊണ്ട് അപ്പം നമ്മൾ ഫുട്ബോളിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം അർജന്റീന, ബ്രസീൽ, പിന്നെ ജർമ്മനിയൊക്കെ ആലോചിക്കും. മലയാളികൾക്ക് ഇന്നും ഫുട്ബോളിന് ഒരു ഹരമുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഈ കൺട്രീസാണ്. അപ്പം മലയാളികൾ ഒരുപാട് പേര് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരു സ്ഥലം ബ്രസീലോ അർജന്റീനയോ അല്ല, ജർമ്മനിയാണ്. അങ്ങനെയാണ് ഞാൻ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കഥ പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ ഫുട്ബോളും അവിടെ ഒരു ബേസ് ഉണ്ട്. അവിടെ ഞാൻ ലൊക്കേഷൻ തേടി പോയപ്പോൾ എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവിടെ എല്ലാ സ്ഥലത്തും ഒരു പ്രദേശത്ത് ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്, ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അവിടെ ഒരു എന്താ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ മറ്റുപോലല്ല, അവിടെ ഒരു ഫുട്ബോൾ കമ്മ്യൂണിറ്റി, ജീവിത ശൈലി പോലെ അതിന്റെ ഭാഗമായി. കറക്റ്റ്. 5 വയസ്സിൽ തൊട്ട് ചിലപ്പോൾ 3 വയസ്സിൽ തന്നെ പഠിക്കുന്നവരുണ്ട്. നമ്മൾ 5 വയസ്സായ ഒരു ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഫുട്ബോൾ അറിയാമോന്ന് ചോദിക്കുന്ന നാണക്കേടാണ്. 5 വയസ്സ് കഴിഞ്ഞ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ലോക്കൽ പ്ലേസിൽ പോയി ഫുട്ബോൾ പരിശീലനം തുടങ്ങും. പേരൻസും പോകും. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുക. അവിടെ ജാതിയില്ല, മതമില്ല, പാകിസ്ഥാനാണെന്നോ ഇന്ത്യ ആണെന്നോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസ് ആണെന്നോ ഒരു രീതിയിലും വ്യത്യാസമില്ലാതെ, ഒരു വിജയനമില്ലാതെ ഒരു ഗ്രൂപ്പ് വരും. ആ ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രെങ്താണ് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് പോയി കാണുമ്പോഴാണ് ഈ കുട്ടികൾക്കിടയിൽ ഒരു മലയാളി കുട്ടി നന്നായി കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ കുട്ടിയെ അന്വേഷിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ അവനോട് അടുത്തപ്പോൾ ഒരു ഇൻട്രോവേർട്ടുമാണ്. അപ്പോൾ എനിക്ക് തോന്നി നന്നായി ഫുട്ബോൾ കളിക്കും, അവൻ ഇൻട്രോവേർട്ടുമാണ്, അതുകൊണ്ട് അവനെ മോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. ഓട്ടിസ്റ്റിക് 10 വയസ്സുള്ള ഒരു ചാറ്റർ ബോക്സ് ആണ് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കണ്ടെത്തുകയും അത് ഈ സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അതെ, ഫുട്ബോൾ അവിടുത്തെ ഒരു കൾച്ചർ. അവർ നാഷണൽ പ്ലെയർ ആവാനൊന്നും പോകുന്നില്ലെന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ നാഷണൽ പ്ലെയർ ആവാനോ വേൾഡ് കപ്പിൽ കളിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ എന്നിട്ടും അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷനാണ് ജീവിതത്തിൽ. ഞാൻ ഫുട്ബോൾ പഠിച്ചു, ഫുട്ബോൾ കളിച്ചു, അറിയാം. ഫുട്ബോൾ കളിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഫുട്ബോൾ അറിയുന്നതും ഒരു വലിയൊരു നേട്ടം. അതാണ് അവരുടെ നാഷണലിസം. പിന്നെ മാത്രമല്ല എന്നെ അവിടെ ആകർഷിച്ച മറ്റു കാര്യം ഈ കോച്ച് തന്നെ അവരെ പഠിപ്പിക്കുന്നത് തോൽക്കാനാണ്.
തോറ്റ് ജയിക്കുക അത് വലിയൊരു ക്വാളിറ്റിയാണ്. കാര്യം അത് എല്ലാ നാട്ടിലും ആവശ്യമാണെന്ന് തോന്നുന്നു. കാര്യം നമ്മളൊക്കെ ആദ്യമേ പഠിക്കുന്നത് ജയിക്കണം, മത്സരിക്കണം, ആവശ്യമില്ലാത്തൊരു മത്സര ബുദ്ധി. ഇന്ന് നമ്മൾ യുവജനോത്സവങ്ങളിലൊക്കെ കാണുന്നതല്ലേ, കുട്ടികളെക്കാൾ മത്സര ബുദ്ധിയാണ് പാരൻസ്. അത് നാഷണൽ പ്ലെയർ ആയിട്ടുള്ള റോബർട്ട് ടോപ്പിൻ്റെയാണ് നമ്മുടെ ഇതിൽ കോച്ചായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് തോൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, പക്ഷേ പുള്ളി പലപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ തോൽക്കാൻ പഠിച്ചാൽ എനിക്ക് തോന്നുന്നു ജയിക്കുന്നത് എളുപ്പമാണ്. ഇവിടെ നമ്മുടെ കുട്ടികളെ എങ്ങനെ ജയിപ്പിക്കാം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവരോട് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ ഈ 2 ഗ്രൂപ്പായിട്ട് നിർത്തിയിട്ട് പലപ്പോഴും തോൽവി ഒരു ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ഈവൻ തോൽവി പഠിച്ചില്ലെങ്കിൽ മാനിപ്പുലേഷനേ നടക്കുള്ളൂ ജീവിതത്തിൽ. സത്യം. ഈ ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാം എപ്പോഴും പലപ്പോഴും ഒരു മാനിപ്പുലേഷനാണ്. പക്ഷെ തോൽക്കാൻ മാനിപ്പുലേഷൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് നല്ലൊരു ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ പല ഫുട്ബോൾ പ്ലേയേഴ്സും പലരും ഒരു ഫിലോസഫർ കൂടിയാണ്. തൻ്റെ ഒരു ലെങ്തി ക്യാരക്ടർ തിയേറ്ററിൽ വന്നപ്പോൾ ആദ്യമായി സിനിമ കണ്ടപ്പോഴുള്ള ഒരു ഫീലിംഗ്? ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ചെയ്ത് നന്നായോ എന്ന്. അപ്പോൾ ഞാൻ വളരെ ശ്വാസം അടക്കി പിടിച്ചാണ് സിനിമ കണ്ടത്. പിന്നെ ഞാനായിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മറന്നു, ഞാൻ ആഗ്നസ് ആയിട്ട് തന്നെ കണ്ടു, ആ കഥയിലേക്ക് ഇൻവോൾവ് ആയി കണ്ടു. അപ്പം ഓക്കെ നല്ലത് എനിക്ക് തന്നെ തോന്നി, സന്തോഷം തോന്നി. എങ്ങനെയുണ്ടായിരുന്നു കൂടെയുള്ള ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണം സിനിമയുടെ? ആദ്യം ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കണ്ടത്. അപ്പം ഒത്തിരി പേര് വന്ന് മീൻസ് ശരിക്കും ഓട്ടിസമുള്ള കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് പറഞ്ഞു ഇത് അവരുടെ കഥയാണ്, എൻ്റെ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്, ശരിക്കും ഞാനൊരു ഓട്ടിസ്റ്റിക് ചൈൽഡിൻ്റെ മദറാണോ, അങ്ങനെയുള്ള കുറേ പേര് വന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ അവരിലേക്ക് റീച്ചായി എന്ന് എനിക്ക് തോന്നി. അതൊരു വലിയ പ്രതികരണമാണ് അല്ലേ? അത് പലരും ചോദിക്കാറുണ്ട് എന്നോടും. പല 1-2 പേര് ചില ചെറിയ പത്രങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൽ എഴുതുകയും ചെയ്തു, ഇത് ഓട്ടിസ്റ്റിക് കുട്ടിയുടെ ഒരു അമ്മ തന്നെയാണ് ഇത് അഭിനയിക്കുന്നതെന്ന്. അതൊരു നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ്. ഈ സിനിമയുടെ മ്യൂസിക് പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? മ്യൂസിക് A.R. റഹ്മാൻ്റെ ഉള്ള ശിഷ്യനായിട്ട് ആ സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകനായ ഒരു സച്ചിൻ മന്നത്താണ്. സച്ചിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ് ഈ ഈ സിനിമയിലെ മ്യൂസിക്കിൽ. കാര്യം പുള്ളി ലണ്ടൻ ട്രിനിറ്റി കോളേജിൽ പഠിച്ചതാണ്, റഹ്മാൻ്റെ അടുത്ത ശിഷ്യനാണ്. അപ്പം സച്ചിൻ ആദ്യം ഈ സിനിമയിലാണ് മ്യൂസിക് ചെയ്യുന്നത്. പക്ഷേ അയാൾ വളരെ സെൻസിബിളാണ്. എനിക്ക് പലപ്പോഴും ഞാനും പുള്ളിയായിട്ട് മ്യൂസിക്കിന് ഇരിക്കുമ്പം തന്നെ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ഒരു പുതിയ ഒരു ജനറേഷനിൽ വളരെ പ്രതീക്ഷയാണ് എനിക്ക് സച്ചിനുള്ളത്, പ്രത്യേകിച്ച് റഹ്മാൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ. പിന്നെ ഈ സിനിമയിലെ മ്യൂസിക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും സച്ചിൻ്റെ ടാലൻറ്റ്. ഈ സിനിമയിലെ എല്ലാ ടീം വർക്കും നല്ലവരാണ്. പ്രത്യേകിച്ച് മധുസാർ വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു വേഷം ചെയ്തിരിക്കുക. വളരെ തന്മയത്വത്തോടു കൂടി പുള്ളി ഒരു ആയുർവേദവും രണ്ടും പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡോക്ടർ വൈദ്യരായിട്ടാണ്. പിന്നെ നന്ദു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, വളരെ നല്ലത്. പിന്നെ ഈ ബിന്ദു മുരളി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓട്ടിസ്റ്റിക് കേന്ദ്രം നടത്തുന്നുണ്ട്. ബിന്ദു മുരളി നല്ലൊരു ആക്ട്രസ് കൂടാണ്, അറിയാമല്ലോ. സീരിയലും എല്ലാം ഉണ്ട് സജീവമായിട്ട്. ഈ പറയുന്ന ഇവരുടെ എല്ലാം ഒരു കാലത്ത് മോഹൻലാലിലേക്ക് അമ്മയായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്. ആ ബിന്ദുവിൻ്റെ കോൺട്രിബ്യൂഷനും വലുതാണ് സിനിമയിൽ. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും എനിക്കൊന്ന് ലക്ഷ്മിയും ബിന്ദുവും തമ്മിൽ ഒരുപാട് ഇൻറ്ററാക്ഷൻസ് നടന്നിട്ടുണ്ട്. അവരവരുടെ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് ആ നിലയിൽ, അങ്ങനൊരു നല്ല ഇതുണ്ട്. പിന്നെ അതുപോലെ KC ബേബി, ഒരുപാട് ചെറിയ വേഷങ്ങൾ. ഒരു സിനിമയെ സംബന്ധിച്ചോളം ഞാൻ വിശ്വസിക്കുന്നു പ്രധാന കഥാപാത്രം പോലെ തന്നെ ചെറിയ എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സംവിധായകരായാലും ചില ഗവൺമെൻറ് സർവീസിലിരുന്ന് 2-3 മാസം കഴിഞ്ഞ് 1-2 പടമായി കഴിഞ്ഞാൽ ഇനി എനിക്ക് ഈ ജോലി ഇന്ന് വിരമിക്കാറായി എന്ന് പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കും, അല്ലെങ്കിൽ ലോങ് ലീവ് എടുക്കും, എന്നിട്ട് സിനിമയിലോട്ട് പോവും. പക്ഷേ ശരത്തേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ശരത്തേട്ടൻ സിനിമ സംവിധാനം ചെയ്യും, ഇടയ്ക്കിടെ എപ്പോഴും PRDയിലും ഉണ്ട്. ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ഈ രണ്ടും? അല്ല, ഞാൻ എപ്പോഴും ഈ സിനിമ എടുക്കുന്ന സമയത്ത് ലീവ് തന്നെയാണ്. പക്ഷേ ഒരു വലിയ ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ് ഇതുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നല്ല ജോലിയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഓഫീസ്. പിന്നെ സിനിമയിലെ ടെൻഷനും എപ്പോഴും എൻ്റെ വൈഫ് ചോദിക്കാറുണ്ട്, ഇങ്ങനെ 2 ടെൻഷനും കൂടെ, അതായത് 2 ടെൻഷനെ അതിജീവിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, സത്യം പ്രയാസമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ നമ്മുടെ ഒരു കൊമേഴ്സ്യൽ സിനിമയിലെല്ലാം നിൽക്കുന്നതെന്ന് എപ്പോഴും എനിക്ക് ബോധമുണ്ട്. കാര്യം അതുകൊണ്ടൊരു നല്ലൊരു ഇൻകം ഉള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്, വായിക്കാനും എഴുതാനും യാത്ര ചെയ്യാനും.
കൂടുതൽ ഇപ്പോഴും ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ഇതുപോലെ ഓട്ടിസം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ചയനം ചെയ്യുമ്പം പൊക്രാനാണ് സ്ഫോടനം, ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ. ശീലാവതി ചെയ്യുമ്പം സ്ത്രീകൾക്കെതിരെയുള്ള ഏറ്റവും ശീലാവതി നന്നായി ഓടിയൊരു സിനിമയാണ്. മാത്രമല്ല അത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഭയങ്കര ഒരു അട്രോസിറ്റിയുടെ ഏറ്റവും നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനിത് ഇതിനു മുമ്പേ 10 വർഷം മുമ്പേ ഞാൻ ചെയ്തതാണിത്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് വന്ന് ഇത് സിനിമ ചെയ്തേ തീരൂ എന്ന് പറയുമ്പോഴാണ് ഞാൻ ആ സിനിമയ്ക്ക് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷനൊക്കെ വരുമ്പം ജീവിക്കാൻ ജോലി ഒരു വലിയ സഹായമാണെന്ന് പറയാം, ഒരു ബ്ലെസ്സിങ് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ആരെയും എനിക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കാര്യം പ്രൊഡ്യൂസറാണെന്ന് കണ്ടെത്തിയ നമ്മുടെ അഭിപ്രായം നമുക്ക് വ്യക്തമാക്കാനും നമുക്ക് കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. ഗുഡ് ഡിസിഷൻ. ഇപ്പം ഒരു സിനിമയിൽ ഇത് എത്ര കാലമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു? അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം. ഞാൻ മോഡലിംഗ് ആയിരുന്നു തുടങ്ങിയത്. കുറേ ബ്രാൻഡിന് വേണ്ടി മോഡലായിട്ടുണ്ട്. ഇന്ദുലേഖ, ധാത്രി, ജയലക്ഷ്മി സിൽസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സാറിൻ്റെ പർദീസയിൽ അഭിനയിച്ചു. ഇതൊക്കെ തേച്ചാണ് ഒരുപാട് വെളുത്തു പോയത്. പിന്നെ സാറിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്തു, പർദീസ് ചെയ്തു. ഷൂട്ടിംഗ് ഒക്കെ എവിടെ? ലൊക്കേഷൻ ജർമ്മനി, പിന്നെ ചങ്ങനാശ്ശേരി, വിഴിഞ്ഞം, കുറച്ച് വിഴിഞ്ഞം. കേരളത്തിലെ പോർഷൻ മിക്കതും ചങ്ങനാശ്ശേരിയിലൊക്കെ. തപോവനത്തുണ്ട് വിഴിഞ്ഞത്ത്. മധു സാർ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഇത്രയും സീനിയർ മലയാള സിനിമയുടെ കുലപതി, എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഒരു? സാറിൻ്റെ കൂടെ ആദ്യം ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ്, ഇങ്ങനെയാണ്, ദേഷ്യം വരുമോ, നമ്മൾ തുടക്കമായതുകൊണ്ട് തെറ്റിച്ചാൽ ഇൻകേസ് തെറ്റിച്ചാൽ എന്താവും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. എത്ര ടേക്ക് പോയി ശരത്തേട്ട ഫസ്റ്റ്? മധുസാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. ശരി. പക്ഷെ മധുസാർ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തു. സാർ നമ്മളെ ഒരു കംഫർട്ട് സോണിൽ കൊണ്ടുവരാൻ പറ്റും. മധുസാറും ഞാനും തമ്മിൽ സംസാരിച്ചപ്പോൾ തന്നെ സാർ പറഞ്ഞു, ഈ ആദ്യം ഒരുപാട് ടേക്ക് എടുപ്പിക്കണ്ട, ആകെ അപ്സെറ്റായി പോകും ചിലപ്പോൾ. അങ്ങനെ പിന്നെ അങ്ങ് സാറുമായി നല്ല റാപ്പോ എത്തി ചെയ്തു. പലർക്കും പെട്ടെന്നത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡീവിയേറ്റ് ചെയ്ത് അതിലോട്ട് പോയത്. എന്നിട്ട് സാറ് പറഞ്ഞ പോലെ തന്നെ സാറ് കൂളായിരുന്നു. സാറ് എല്ലാം കുറച്ച് പറഞ്ഞൊക്കെ തന്നു, ഹെൽപ്ഫുള്ളായിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. ആ ഒരു സീനിയർ ആർട്ടിസ്റ്റിന് യാതൊരു ഇതും ഇല്ലാതെ ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് തന്നെയാണല്ലോ നമ്മുടെ ലെവലിലോട്ട് ഇറങ്ങി വന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. അതൊരു വലിയ കാര്യം. ഇന്ന് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ചും ഒരു സിനിമ കഴിയുമ്പോൾ എല്ലാവരും തിരക്കിലാവും, അടുത്ത സിനിമയിലോട്ട് പോകും. പക്ഷേ ഒരു സംവിധായകൻ്റെ ഒരു ഏറ്റവും വലിയൊരു ജോലിയാണ്, ഒരു ദൗത്യമാണ് ഒരു സിനിമ കഴിഞ്ഞാൽ ഇത് പ്രൊമോഷനിലൂടെ അതും ഒരു ഘടകമാണ്. എങ്ങനെയുണ്ട് പ്രൊമോഷണൽ വർക്കും ഒക്കെ? നമ്മൾ ഇങ്ങനെയുള്ള ഒരു സിനിമ പ്രത്യേകിച്ച് പിന്നെ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്ത സിനിമയുണ്ടല്ലോ, പ്രൊമോട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇപ്പം പക്ഷേ നല്ല സബ്ജക്റ്റ് ആയിരിക്കുകയും ചെയ്യും. സബ്ജക്റ്റ് ആയിരിക്കും വേണം. പക്ഷേ നമ്മളിപ്പോൾ സിനിമയുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർസ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ കുറേ പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. കാര്യം മറ്റുള്ള ഏത് പ്രോഡക്റ്റ് പോലെയും സിനിമയിൽ ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള അവസ്ഥയാണ്. സത്യം. പക്ഷേ എന്തിനും മാർക്കറ്റിംഗ് ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് സിനിമ എത്തി. ഞാൻ തന്നെ പണ്ടൊക്കെ ആദ്യ സിനിമയിലൊക്കെ അറിയാമല്ലോ, ശീലാവതിയും പർദീസയൊന്നും ഞാൻ ഇത്രയൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട അവസ്ഥയാവുന്നില്ല. കാര്യം ഇപ്പം പുതിയ ഒരു മുന്നോട്ട് പോകുന്തോറും നമ്മുടെ സിനിമയുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മാറുക. മേക്കിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ പ്രൊമോഷനും അതിൻ്റെ വ്യൂവേഴ്സും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മാറി. നമ്മൾ സിനിമ തിയേറ്ററിൽ കാണുന്നതിനേക്കാളും ആൾക്കാർ ഓൺലൈനിലും യൂട്യൂബിലൂടെയും പിന്നീട് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും മാറിയിരിക്കുക സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് ഒരു സിനിമ റിലീസായി കഴിയുമ്പം ജോലി ഭാരം കൂടുകയാണ് ആദ്യ ദിവസങ്ങളിൽ. അപ്പം പണ്ടാണെങ്കിൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ആദ്യകാലങ്ങളിലൊക്കെ സിനിമ എടുത്തു കഴിഞ്ഞാൽ സംവിധായകൻ്റെ ജോലി അങ്ങ് തീരും. പിന്നെ ഡിസ്ട്രിബ്യൂഷനാണ്, ഡിസ്ട്രിബ്യൂട്ടറും തിയേറ്ററും പ്രൊഡ്യൂസറൊക്കെ എക്സിബിറ്റേഴ്സ്, ബാക്കി പിന്നെ അവരങ്ങ് ചെയ്തോളും. പക്ഷേ ഇപ്പോഴേ ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇപ്പോഴ് സംവിധായകൻ വരികയാണ്. അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്ക് വേറെ സിനിമ കിട്ടില്ല, അത് പ്രൊമോട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതും പിന്നെ എപ്പോഴും നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, സിനിമ വിജയിച്ചാൽ അതിലെ ആക്ടേഴ്സിൻ്റെ ക്രെഡിറ്റ് ആവും. സിനിമ എപ്പോഴും പരാജയപ്പെടുമ്പോഴാണ് ഡയറക്ടറെ അന്വേഷിക്കുന്ന ആൾക്കാർ.